കേരള സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന മുതിർന്ന പൗരന്മാർക്കുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ വയോമിത്ര മെഡിക്കൽ ക്യാമ്പ് നേതാജി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കമ്മ്യൂണിറ്റി ഹാൾ സെക്രട്ടറി വി.കെ. അനിൽകുമാർ, പ്രസിഡന്റ് പി. പെരവൻകുട്ടി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കേരള സർക്കാരിന്റെ കേരള സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ വയോമിത്രം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് തടമ്പാട്ടുതാഴം കണ്ണാടിക്കൽ റോഡിലെ നേതാജി കമ്മ്യൂണിറ്റി ഹാളിൽ എല്ലാ ബുധനാഴ്ചയും നടക്കുന്നു. കേരള സീനിയേഴ്സ് സിറ്റിസൺസ് ഫോറം വേങ്ങേരിയുടെ നേതൃത്വത്തിൽ ന്യൂ ബസാറിലെ ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ 2018 ആരംഭിച്ചത്. തുടർന്ന് 2022 മുതൽ നേതാജി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ഈ സൗജന്യ ക്യാമ്പിൽ 10ാം വാർഡ് കൗൺസിലർ ഒ സദാശിവൻ, 9ാം വാർഡ് കൗൺസിലർ നിഖിൽ എന്നിവരുടെ വാർഡ് പരിധിയിൽപ്പെടുന്ന 65 വയസ്സ് കഴിഞ്ഞവർക്കാണ് പരിശോധന. മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ വൈദ്യ പരിശോധനയും മരുന്നു വിതരണവും, വയോജനങ്ങൾക്ക് കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങളും കൂടാതെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. നേതാജി കമ്മ്യൂണിറ്റി ഹാളിന്റെ സെക്രട്ടറി വി.കെ. അനിൽകുമാറിന്റെയും പ്രസിഡന്റ് പി. പെരവക്കുട്ടിയുടെയും നേതൃത്വത്തിലാണ് വയോജനങ്ങൾക്ക് ഈ സൗജന്യ ക്യാമ്പ് ലഭ്യമാക്കുന്നത്. 15 ദിവസം കൂടുന്ന സമയത്ത് വരും. അപ്പം മരുന്നുകളൊക്കെ കിട്ടും. വ്യത്യാസമൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇപ്രാവശ്യം ഇനി 1 മാസം കഴിഞ്ഞിട്ടാണ് വരാൻ പറഞ്ഞത്. നല്ല ഡോക്ടറാണ്, നല്ല നോക്കുന്നതും പരിചയിക്കുന്നതൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടിയ മരുന്നുകളും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമാണ് വരാൻ. ഈ ക്യാമ്പ് ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5 കൊല്ലത്തോളമായി ഈ ഹാളിലേക്ക് തുടങ്ങിയിട്ട്. ഈ ഹാളിൽ വെച്ച് നടത്തുമ്പോഴുള്ള സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ, പല ആളുകൾക്ക് വന്നിട്ട് ഇരിക്കാനും നിൽക്കാനും ബാത്റൂമിൽ പോകാനും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. വരുന്ന രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ എല്ലാവരുടേക്കും ടോക്കൺ വാങ്ങുകയും ടോക്കൺ കൊടുക്കുകയും പുസ്തകം വാങ്ങി വയ്ക്കുകയും വളരെ വൃത്തിയോടുകൂടി നിൽക്കുന്ന ആളുകളാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്തത്. പിന്നെ അഥവാ വെള്ളത്തിന് ദാഹം വരികയോ ചായക്കോ വല്ല ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുകളടക്കം തീർത്ത് കൊടുത്തിട്ടാണ് രോഗികളെ തിരിച്ചുവിടുന്നത്. പിന്നെ ഇവിടെ വരുന്ന ഡോക്ടറായാലും നഴ്സുമാരായാലും എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. വളരെ കാലമായി നടക്കുന്നു. ഇനിയും ഞങ്ങൾ ഈ രീതിയിലുള്ള ക്യാമ്പുകൾ നടത്താനുള്ള ബാധ്യസ്ഥരാണ്. എന്നും ഈ കമ്മിറ്റി ഇതിനോട് അനുബന്ധപ്പെട്ടവരുമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഇനിയും ഇതുപോലുള്ള ക്യാമ്പുകൾ പല സ്ഥലങ്ങളിലും നടക്കാനുണ്ട്. ഇപ്പോൾ ഈ ക്യാമ്പ് 1 മാസത്തേക്കുള്ള മരുന്നാണ് ഇപ്പോൾ ഈ മാസം കൊടുക്കുന്നത്. അടുത്ത പ്രാവശ്യങ്ങളുള്ള ക്യാമ്പ് വേറെ സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ട് ഇവിടെ ക്യാമ്പ് ഉണ്ടാവില്ല. ഈ ഒരു ദിവസം മാത്രം 1 മാസത്തേക്കുള്ള മരുന്ന് കൊടുത്തിട്ട് നിർത്തുന്നു. ACV ന്യൂസ്, കോഴിക്കോട്.